നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. അങ്ങനെ ബി.ജെ.പിയുടെ ആദ്യത്തെ ചരിത്ര പ്രഖ്യാപനം, അതായത് നമുക്കറിയാം കേരളത്തിൽ ഒന്നടങ്കം ബി.ജെ.പിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. തലസ്ഥാന നഗരിയാണ്, ചെങ്കോട്ടയായിരുന്നു. അതുകൊണ്ട് തന്നെ ബി.ജെ.പി ആദ്യമായിട്ട് ചരിത്രം കുറിച്ചു വെച്ച് കാലെടുത്ത് വെക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലായതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ഉറ്റുനോക്കൽ അതുണ്ടായിരുന്നു. അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ ആദ്യത്തെ ചരിത്ര പ്രഖ്യാപനത്തിലൂടെ വി രാജേഷും കൂട്ടരും നടത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതായത് ഇന്ന് ആദ്യമായിട്ട് ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ ബജറ്റ്, കോർപ്പറേഷൻ ബജറ്റ് അവതരിപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രഖ്യാപനങ്ങളാണ് അതിലുണ്ടായിട്ടുള്ളത്. അതായത് നിലവിലുണ്ടായിട്ടുള്ള മുൻ മേയറുടെയൊക്കെ പ്രഖ്യാപനങ്ങളൊക്കെ അത് നല്ല രീതിയിൽ പോകുന്നതൊക്കെ തന്നെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങൾ, അതാണ് ഇത്തവണത്തെ ബജറ്റിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 2 വാർഡുകൾ ചേർത്തി വെച്ചുകൊണ്ട് ഒരു ലാബ് എന്നുള്ള രീതിയിലുള്ള ചില ആരോഗ്യ മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള വീട്, അതിന്റെ പേരിൽ ലഭിച്ചിരിക്കുന്ന പണം അത് ഉപയോഗിച്ച് പൂർത്തീകരിക്കാൻ പറ്റാത്ത വീട്, ആ വീടെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി കോർപ്പറേഷൻ തന്നെ നേരിട്ടിറങ്ങുന്നു. 2000ഓളം വീടുകൾ ഈ വകയിൽ കോർപ്പറേഷന്റെ തനത് ഫണ്ടിൽ നിന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചു നൽകും എന്നുള്ള പ്രഖ്യാപനം. അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് പ്രഖ്യാപനങ്ങളിലൂടെയാണ് ഇന്ന് ബി.ജെ.പി കടന്നുപോയിരിക്കുന്നത്. നഗരത്തിൽ വീടില്ലാത്തവർക്കായി നഗരസഭയുടെ സ്വന്തം ഭവന പദ്ധതി ബജറ്റിൽ പ്രധാന പ്രഖ്യാപനമായിട്ട് മാറിയിരിക്കുകയാണ്. അർഹരായ ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിനുള്ള മുഴുവൻ തുകയും കോർപ്പറേഷൻ തന്നെ നൽകും. ഇതിനു പുറമെ പ്രധാനമന്ത്രി ഭവന യോജന പദ്ധതിക്ക് 20 കോടി രൂപയുടെ പ്രഖ്യാപനം എന്നുള്ളതാണ് നൽകിയിരിക്കുന്നത്. വിശപ്പില്ലാത്ത നഗരം എന്നുള്ള ലക്ഷ്യവും ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 20 രൂപയ്ക്ക് ഇതിനു വേണ്ടി ഭക്ഷണം നൽകുന്ന അടൽ ക്യാൻറ്റീൻ പദ്ധതി 2 കോടി രൂപ നീക്കിവെക്കുന്നതിന്റെ ഭാഗമായിട്ട് നടപ്പിലാകുമെന്നാണ് വിശ്വസിക്കുന്നത്. കോർപ്പറേഷന് കീഴിൽ 1 കോടി രൂപ ചെലവിൽ അടൽ സൂപ്പർ മാർക്കറ്റും ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. രോഗനിർണയത്തിനും ചികിത്സയ്ക്കും പ്രാധാന്യം നൽകുന്ന വിപുലമായ പദ്ധതികൾക്കും ഈ തവണ ബജറ്റിൽ സ്ഥാനമുണ്ട്. പ്രൈം ഹെൽത്ത് ലാബ് സൗകര്യങ്ങൾക്കായി 1.5 കോടി രൂപ അനുവദിച്ചു എന്നുള്ളതാണ് അതിൽ പ്രധാനം. ഹിന്ദുസ്ഥാൻ ലാറ്റിസ്റ്റിക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് സഹകരിച്ചുകൊണ്ട് സിറ്റി സ്കാനിങ്, അതുപോലെ തന്നെ MRI, എക്സ്റേ തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങളുള്ള സെന്ററുകൾക്കും 1.5 കോടി രൂപയും നഗരത്തിലെ 50 കേന്ദ്രങ്ങളിൽ HLM-മായി സഹകരിച്ച് കളക്ഷൻ സെന്ററുകളും ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അനന്തപുരി ഭാവിയിൽ കോമൺവെൽത്ത് ഗെയിംസ് പോലുള്ള ആഗോള കായിക മാമാങ്കങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് നഗരത്തിന്റെ സജ്ജീകരണങ്ങൾ കൂടുതലും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, അതിന്റെ പേരിൽ അന്താരാഷ്ട്ര ഓഫീസ് ആരംഭിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ജർമ്മൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച് തുടങ്ങിയിട്ടുള്ള വിദേശ ഭാഷകളിലും ഇന്ത്യൻ ഭാഷകളിലും പരിശീലനം നൽകാൻ നോർക്കയുമായി ചേർന്നുകൊണ്ട് 15 ലക്ഷം രൂപയുടെ പദ്ധതികളുമാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റാൻ സൺറൈസ് പദ്ധതി, അതായത് 5 കോടി രൂപയ്ക്കുള്ള സൺറൈസ് പദ്ധതികളും ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മേയർ നൽകുന്ന സൂചന. പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ, വെട്ടുകാട്, ഭീമാപള്ളി തുടങ്ങിയിട്ടുള്ള സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ടുകൾ ഉൾപ്പെടുത്താനുള്ള 50 ലക്ഷം രൂപയുടെ പദ്ധതിയും ഇതിൽ പറയുന്നുണ്ട്. ഇത് കൂടാതെ അനന്തപുരി തൊഴിൽ കേന്ദ്രം വഴി 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തൊഴിൽ ഉറപ്പാക്കാനുള്ള 5 കോടിയുടെ പദ്ധതിയും ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനത്തിന് 30 ലക്ഷം രൂപ നൽകുന്നു എന്നുള്ളതാണ്. 30 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ക്ഷേമത്തിന് വേണ്ടി ഏകദേശം ആനുകൂല്യങ്ങൾ നൽകുക എന്നുള്ളതൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഏകദേശം 50 ലക്ഷം രൂപയും 20 ലക്ഷം രൂപ തൊഴിൽ പരിശീലനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. സ്കിൽ ഹബ്ബ് എന്നുള്ള ഒരു പേര് നൽകിക്കൊണ്ട് യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും നൈപുണ്യ വികസനത്തിന് വേണ്ടി 10 ലക്ഷം രൂപയും വകയിരുത്തി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പൊതു ശൗചാലയങ്ങളാണ്. നമുക്കറിയാം തലസ്ഥാന നഗരിയിൽ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുന്നതെങ്കിലും ശൗചാലയങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അത്തരം അവസ്ഥകൾ മാറ്റാൻ വേണ്ടി സ്വച്ഛ് ഭാരത് മാതൃകയിൽ പൊതുസ്ഥലങ്ങളിൽ 200 അത്യാധുനിക ശുചിമുറികൾ സ്ഥാപിക്കാൻ വേണ്ടി 20 കോടി രൂപ വകയിരുത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതേപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ നേരിടുന്ന
നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് തെരുവുനായ ശല്യമാണ്. അതിനുവേണ്ടി തെരുവുനായ നിയന്ത്രണം എന്നുള്ള രീതിയിൽ തെരുവുനായ്ക്കൾക്കായി ഷെൽട്ടർ പണിയാൻ വേണ്ടി 3 കോടിയും പുതിയ ABC സെന്റർ സ്ഥാപിക്കാൻ വേണ്ടി 3 കോടിയും അതുപോലെ തന്നെ പോർട്ടബിൾ ക്രിമറ്റോറിയം നിർമ്മിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപയുമാണ് കോർപ്പറേഷൻ വകയിരുത്തിയിരിക്കുന്നത്. സിവറേജ് നെറ്റ്വർക്ക്സ് വിപുലീകരണത്തിന് വേണ്ടി 10 കോടി, നേമത്ത് 2 കോടി രൂപ ചെലവിൽ മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് എന്നിവയും ഈ തവണത്തെ ബജറ്റിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. നഗരത്തിലെ വിവിധ വാർഡുകളെ ബന്ധിപ്പിച്ച് ഉന്നത നിലവാരത്തിലുള്ള മാതൃകാ റോഡുകൾക്ക് വേണ്ടി 10 കോടി രൂപയാണ് വകയിരുത്തുന്നത്. ഫ്ലെക്സ് ബോർഡ് ഫ്രീ സോണുകൾ എന്നുള്ളത് തലസ്ഥാന നഗരം യാഥാർത്ഥ്യമാക്കുമെന്നും അതിനുവേണ്ടി 25 ലക്ഷം രൂപ വകയിരുത്തുന്നുവെന്നും കോർപ്പറേഷൻ പ്രഖ്യാപിക്കുകയാണ്. പുത്തൻപാലം കേന്ദ്രീകരിച്ച് ടൗൺഷിപ്പ് വികസനത്തിന് വേണ്ടി 5 കോടി രൂപ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് ഈ തവണത്തെ BJPയുടെ ആദ്യത്തെ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ ബജറ്റ് അവതരണത്തിലൂടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും വളരെ ചരിത്രപരമായിട്ടുള്ള നിമിഷത്തിൽ ആ 2000 ആളുകൾക്കുള്ള വീട് തന്നെയാണ് പ്രധാനപ്പെട്ട ശ്രദ്ധ ആകർഷിക്കുന്നത്. കാരണം നമുക്കറിയാം സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചുകൊണ്ട് നിരവധി ആളുകൾ വീട് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ആ വീട് പണിയുടെ ഒരു പകുതി മാത്രം സാധ്യമാക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് നിലവിലത്തെ വിലക്കയറ്റം ഒക്കെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ വീടെന്നുള്ള സ്വപ്നത്തിലേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്തു. പക്ഷെ അത് പൂർത്തീകരിക്കാൻ പറ്റാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് മുന്നോട്ടില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള പണമെല്ലാം കിട്ടിയത് കൊണ്ട് ഇനി അങ്ങോട്ടേക്ക് പണം ഇല്ലാത്തത് കൊണ്ട് വീട് പണി പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന് ആശങ്കപ്പെടുന്ന ആളുകൾക്ക് ഒരു ആശ്വാസമാകുന്ന രീതിയിലാണ് പൂർണ്ണമായിട്ടുള്ള വീട് ഒരുക്കി നൽകുക എന്നുള്ള രീതിയിൽ 2000ഓളം കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും അത് പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിട്ട് പൊതുജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇനി കൂടുതൽ വിവരങ്ങൾ ജനങ്ങൾ തന്നെ ഇപ്പോൾ പ്രതികരണത്തിലൂടെ തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 101 കൗൺസിലർമാർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുന്ന ഒരു ബജറ്റ് തന്നെയാണ് ഇത് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിലയിരുത്തലുകൾ.